Hi all, welcome to iPlus Training Solutions. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ്. നമ്മുടെ കേട്ടിട്ട് കാറ്റഗറി 2 പാർട്ട് 2 ഇംഗ്ലീഷ് നമുക്കറിയാം അല്ലേ, അത് ഒക്ടോബർ 2023 നടന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഒരു കോംപ്രിഹെൻഷൻ പാസേജ് വരും ഫസ്റ്റ് അല്ലേ, അതിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് 5 മുതൽ 6 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാം. അതിനുശേഷം എന്താണ് ഗ്രാമർ, വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതോടൊപ്പം തന്നെ എന്താണ് പെഡഗോജിയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കാം. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു പാർട്ട് 2 ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു 30 മാർക്കിന് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കോംപ്രിഹെൻഷൻ പാസേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണ്, നമ്മുടെ ഈ ഒരു സ്ലൈഡിൽ പാസേജും പിന്നെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ വീണ്ടും മുന്നോട്ടും പുറകോട്ടും ഒക്കെ ആക്കി നോക്കുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ട് കോംപ്രിഹെൻഷൻ പാസേജ് ഇൻക്ലൂഡ് ചെയ്യാതെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഹൗ ഹാർഡ് വി ട്രൈ, ഇറ്റ് ഈസ് അവർ ലക്ക് ദാറ്റ് ഡിറ്റർമൈൻസ് അവർ സക്സസ്. ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഒരു കൺജങ്ഷനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഡാഷ് ഹൗ ഹാർഡ് വി ട്രൈ, ഇറ്റ് ഈസ് അവർ ലക്ക് ദാറ്റ് ഡിറ്റർമൈൻസ് അവർ സക്സസ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വാട്ടെവർ, ഹൗഎവർ, നോ സൂണർ, നോ മാറ്റർ. എന്തായിരിക്കും ആൻസർ വരുന്നത്? ഇതൊക്കെ നമുക്ക് വലിയ കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്താണ്, നോ സൂണർ ആണ് വരുന്നത് അല്ലേ, സോറി നോ സൂണർ അല്ല, നോ മാറ്റർ ആണ് വരുന്നത് അല്ലേ. നോ മാറ്റർ ഹൗ ഹാഡ് വി ട്രൈ, ഇറ്റ് ഈസ് അവർ ലക്ക് ദാറ്റ് ഡിറ്റർമൈൻസ് അവർ സക്സസ്. അപ്പോൾ എപ്പോഴും എന്താണ് നമ്മുടെ സക്സസ്, എന്ത് കാര്യമാണെങ്കിലും എന്താണ് നമ്മുടെ സക്സസ് നിശ്ചയിക്കുന്ന ഒരു പരിധി വരെ എന്താണ് ലക്ക് തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? നോ മാറ്റർ ഹൗ ഹാഡ് വി ട്രൈ, ഇറ്റ് ഈസ് അവർ ലക്ക് ദാറ്റ് ഡിറ്റർമൈൻസ് അവർ സക്സസ്. ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എന്താണ് വരുന്നത്? നോ മാറ്റർ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മീറ്റിംഗ് വാസ് ബ്രീഫ് ബട്ട് ദേ ഗേവ് us a dash plan. Fill in the blanks with the suitable option. അപ്പോൾ എന്താണ് അവിടെ ഫില്ലപ്പ് ആണ് തന്നിരിക്കുന്നത് അല്ലെ, ഒരു ക്വസ്റ്റ്യൻ ബ്ലാങ്ക് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ദ മീറ്റിംഗ് വാസ് ബ്രീഫ് ബട്ട് ദേ ഗേവ് us a dash plan അല്ലേ. ദ മീറ്റിംഗ് വാസ് ബ്രീഫ് ബട്ട് ദേ ഗേവ് us a dash plan. ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഡീറ്റെയിൽഡ്, ഡീറ്റെയിലിംഗ്, ഡീറ്റെയിൽ, ഡീറ്റെയിൽസ്. ഒരു വേർഡിന് തന്നെ പല ഫോംസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ. ജറണ്ട് തന്നിട്ടുണ്ട്, ഇൻഫിനിറ്റീവ് തന്നിട്ടുണ്ട്, അതിന്റെ പാസ്റ്റ് ടെൻസ് തന്നിട്ടുണ്ട്, പ്രസന്റ് ടെൻസ് തന്നിട്ടുണ്ട്. അങ്ങനെ 4 ഫോം ആണ് തന്നിരിക്കുന്നത്. അതിൽ ഏത് വേർഡ് ആണ് അവിടെ ആപ്റ്റ് ആവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് ദേ ഗേവ് us a ഡാഷ് പ്ലാൻ. എന്ത് പ്ലാൻ ആയിരിക്കും? ദേ ഗേവ് us a ഡീറ്റെയിൽഡ് പ്ലാൻ ആണോ, ഡീറ്റെയിലിംഗ് പ്ലാൻ ആണോ, ഡീറ്റെയിൽ പ്ലാൻ ആണോ, ഡീറ്റെയിൽസ് പ്ലാൻ ആണോ? നമുക്കാണെങ്കിൽ ആ ഓരോ വേർഡും അങ്ങോട്ടേക്ക് വെച്ചൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ലേ? നോക്കിക്കേ. ബട്ട് ദേ ഗേവ് us a ഡീറ്റെയിൽഡ് പ്ലാൻ, അത് കുറച്ച് മാച്ച് ആയിട്ടിരിക്കുന്നുണ്ട്. ബട്ട് ദേ ഗേവ് us a ഡീറ്റെയിലിംഗ് പ്ലാൻ, നമുക്കത് വായിച്ച് നോക്കുമ്പോൾ തന്നെ ആ സെന്റൻസ് കൺസ്ട്രക്ഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാവും. സോ അതല്ല. അടുത്ത ദേ ഗേവ് us a ഡീറ്റെയിൽ പ്ലാൻ, അതിനെ നമുക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ അതിനകത്തൊന്ന് മാച്ച് ചെയ്യാം. ഡീറ്റെയിൽ പ്ലാൻ അത് കുറച്ചുകൂടി കറക്റ്റ് ആണെന്ന് വേണേൽ പറയാം. അടുത്ത ലാസ്റ്റ് വൺ, ദേ ഗേവ് us a ഡീറ്റെയിൽസ് പ്ലാൻ. ദേ ആണ് അല്ലേ. ദേ എന്ന് പറയുമ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് പ്ലാൻ എന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. ദേ എന്താണ്, പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ എന്താണ് ഡീറ്റെയിലേ അവിടെ വരുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്, ഗേവ് എന്ന് പറയുന്നത് എന്താണ്, പാസ്റ്റ് ടെൻസിലാണ്. സോ ഇവിടെ എന്ത് വരും? ഡീറ്റെയിൽഡ് പ്ലാൻ ആണ് ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ. ദേ ഗേവ് us a ഡീറ്റെയിൽഡ് പ്ലാൻ. ആൻസർ എന്താണ് വരുന്നത്? ദേ ഗേവ് us a ഡീറ്റെയിൽഡ് പ്ലാൻ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഒട്ടും അറിയില്ല എങ്കിൽ പോലും നമ്മൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന സെന്റൻസ് വായിച്ച് നോക്കുക, എന്നിട്ട് ഓരോ ഓപ്ഷനും അതിലേക്ക് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ കുറേയൊക്കെ നമുക്ക് ഏകദേശം എല്ലാം കറക്റ്റ് ആവണമെന്നില്ല എങ്കിൽ പോലും എന്താണ് ഏകദേശം നമുക്ക് ആൻസറിലേക്ക് ആ രീതിയിൽ എത്തിച്ചേരാം. പിന്നെ നമ്മൾ അതിന്റെ ടെൻസും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ആൻസറിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഇൻവൈറ്റ് ദ ഓണറബിൾ ചീഫ് ഗസ്റ്റ് ടു ഡാഷ് ദി അവാർഡ്സ്. സെലക്ട് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ആൻഡ് ഫിൽ അപ്പ് ദി ബ്ലാങ്ക്സ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എന്താണ് ഫ്രേസൽ വെർബ്സിന് ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഐ ഇൻവൈറ്റ് ദ ഓണറബിൾ ചീഫ് ഗസ്റ്റ് ടു ഡാഷ് ദി അവാർഡ്സ്. അപ്പോൾ എന്താണ്, ചീഫ് ഗസ്റ്റിനെ അവാർഡ്സ് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അവാർഡ്സ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് അല്ലേ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയുന്ന വേർഡിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസൽ വെർബ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഗിവൺ അപ്പ്, ഗിവ് ഇൻ, ഗിവ് എവേ, ഗിവ് ഓഫ്. 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറയുന്ന വേർഡിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസൽ വെർബ്? ഏതാണ് വരുന്നത്? ഗിവൺ അപ്പ് ആണോ, ഗിവ് ഇൻ ആണോ, ഗിവ് എവേ, ഗിവ് ഓഫ്? ഏത് വരും ആൻസർ? ഗിവ് എവേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഗിവ് എവേ മീൻസ് എന്താണ്, ഡിസ്ട്രിബ്യൂട്ട് അല്ലേ. ഡിസ്ട്രിബ്യൂട്ടിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസൽ വെർബ് ആണ് ഏതെന്ന് പറയുന്നത്? ഗിവ് എവേ എന്ന് പറയുന്നത്. ഓക്കെ, ഗിവ് എവേ മീൻസ് ഡിസ്ട്രിബ്യൂട്ട് അല്ലേ. ഗിവ് എവേ മീൻസ് ഡിസ്ട്രിബ്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്?
I invite the honorable chief guest to give away the awards എന്ന് വരും. I invite the honorable chief guest to give away the awards. Give away means distribute. മറന്നു പോയതൊക്കെ മിക്കവാറും എല്ലാ എക്സാംസിനും ചോദിച്ച് കാണുന്ന ഫ്രേസൽ വേർബ്, ഒരു സെറ്റ് ഓഫ് ഫ്രേസൽ വേർബ് ഉണ്ട്. എന്താണ്? എല്ലാ എക്സാംസിനും മാറിയും തിരിച്ചും ചോദിക്കും. ഇപ്പൊ മേക്ക് ഔട്ട് മീൻസ് എന്താണ്? അണ്ടർസ്റ്റാൻഡ്. അതുപോലെ തന്നെ എന്താണ്? പുട്ട് അപ്പ് വിത്ത്, ടോളറേറ്റ്. അങ്ങനെ ചിലതെന്താണ് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗിവ് എവേ. ഗിവ് എവേ മീൻസ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ട്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഇനി ബാക്കിയുള്ള ഫ്രേസൽ വേർബ്സിന്റെ മീനിങ് കൂടി എന്താണെന്ന് നോക്കാം. ഗിവ് അപ്പ്. ഗിവ് അപ്പ് മീൻസ് എന്താണ്? ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് ഓർ ബി ഡിഫീറ്റഡ്. എന്താണ്? ഗിവ് അപ്പ് മീൻസ് എന്താണ്? ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഹാബിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഹാബിറ്റ് നമ്മൾ വേണ്ടാന്ന് നോക്കുക. ഐ ഗിവ് അപ്പ് സ്മോക്കിംഗ്, അല്ലേ? എന്താണ്? സ്മോക്കിംഗ് വേണ്ട എന്ന് വെച്ചാൽ അപ്പൊ നമ്മുടെ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഗിവ് അപ്പ് എന്ന്. വേണ്ടാന്ന് വെക്കുക. അതിനെയാണ് ഗിവ് അപ്പ് എന്നുള്ള ഫ്രേസൽ വേർബ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഗിവ് ഇൻ മീൻസ് എന്താണ്? സറണ്ടർ അല്ലെങ്കിൽ ഈൽഡ്, അല്ലേ? ഗിവ് ഇൻ എന്താണ്? സറണ്ടർ. ഒന്നുകിൽ എന്താണ്? കീഴടങ്ങുക, അല്ലെങ്കിൽ ഈൽഡ്. എന്താണ്? ഇപ്പൊ എന്താണ് ഒരു ഈൽഡിന് എന്താ കറക്റ്റ് മലയാളം പറയുന്നത്? ഈൽഡ് എന്ന് പറയുന്നത് നമുക്കിപ്പം ചെടി നടുകയാണെങ്കിൽ അതിന് ഈൽഡ് കിട്ടുക എന്ന് പറയും, അല്ലേ? അതിന്റെ ഒരു ഫലം നമുക്ക് കിട്ടുക എന്ന് പറയും, അല്ലേ? ഓക്കെ, ഗിവ് അവേ ഡിസ്ട്രിബ്യൂട്ട് ആണ്. ഗിവ് ഓഫ് എന്താണ്? പ്രൊഡ്യൂസ് സംതിങ് ലൈക്ക് സ്മെൽ, ഹീറ്റ്, ലൈറ്റ് ഓർ ഗ്യാസ്. അപ്പൊ എന്തെങ്കിലും ഒരു സാധനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, അതിപ്പം ലൈറ്റ് ആവാം, ഹീറ്റ് ആവാം, സ്മെല്ലാകാം, എന്തും ആകാം. ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന ആ ലൈറ്റോ ഗ്യാസോ സ്മെല്ല്. അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഗിവ് ഓഫ് എന്ന് പറയാം. പുറത്തേക്ക് വിടുക. അതാണ് ആ ഗിവ് ഓഫ് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് പറഞ്ഞത്? ഗിവ് അപ്പ് മീൻസ് എന്താണ്? ടു സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്. നമ്മളൊരു കാര്യം വേണ്ടാന്ന് വെക്കുക. അതിനെയാണ് ഗിവ് എന്താണ് അപ്പ് എന്ന് പറയുന്നത്. ഗിവ് ഇൻ എന്താണ്? സറണ്ടർ ഓർ ഈൽഡ്. സറണ്ടറും ഈൽഡും എന്താണ്? ഗിവ് ഇന്നിന്റെ മീനിങ് ആണ്. ഗിവ് എവേ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡിസ്ട്രിബ്യൂട്ട് ആണ്. ലാസ്റ്റ് വൺ ഗിവ് ഓഫ് എന്താണ്? പ്രൊഡ്യൂസ് സംതിങ് ലൈക്ക് സ്മെൽ, ഹീറ്റ്, ലൈറ്റ് ഓർ ഗ്യാസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഗിവ് എവേ ആണ്, അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഗിവ് എവേ ആണ്. ഐ ഇൻവൈറ്റ് ദ ഓണറബിൾ ചീഫ് ഗസ്റ്റ് ടു ഗിവ് എവേ ദി അവാർഡ്സ്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഐ വിഷ് ഐ കുഡ് റീച്ച് ദെയർ ഡാഷ് ടൈം. ഇവിടെ എന്താണ്? ഐ വിഷ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ക്വസ്റ്റ്യൻ എന്താണ്, അതിനുശേഷം എന്താണോ വരുന്നത് അതായിരിക്കും. പക്ഷെ ഇവിടെ അതല്ല ചോദിച്ചിരിക്കുന്നത്. ഐ വിഷ് ഐ കുഡ് റീച്ച് ദെയർ ഡാഷ് ഓൺ ടൈം എന്നാണ് പറഞ്ഞത്. ഐ വിഷിന് ശേഷം എന്താണ്? ഐ കുഡ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലേ? അതിനുശേഷം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. ഏത് പ്രിപ്പോസിഷൻ ആണ് ഇവിടെ വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഐ വിഷ് ഐ കുഡ് റീച്ച് ദെയർ ഡാഷ് ടൈം ഓഫ്, അറ്റ്, ഓൺ, ഫോർ. ഏതായിരിക്കും വരുന്നത്? ഏത് പ്രിപ്പോസിഷൻ ആണ് വരുന്നത്? നമ്മൾ ടൈമിന്റെ കൂടെ മിക്കവാറും പറയുന്ന പ്രിപ്പോസിഷൻ ഏതായിരിക്കും? അറ്റ് ആണ്, അല്ലേ? ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ മിക്കവാറും പറയുന്ന പ്രിപ്പോസിഷൻ അറ്റ് ആണ്. റൈറ്റ് ടൈം ഒക്കെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ വരുന്നത് ഏതാണ്? ഐ വിഷ് ഐ കുഡ് റീച്ച് ദെയർ ഓൺ ടൈം എന്നാണ് പറയുന്നത്. ടൈമിൽ. ഓക്കെ, ആ കറക്റ്റ് ടൈമിലാണെങ്കിലും പക്ഷെ ഇവിടെ നമ്മൾ എന്താണ്? അറ്റ് ടൈം എന്നല്ല പറയുന്നത്, എന്താണ്? ഓൺ ടൈം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ആണ്. ടൈം എന്ന് കാണുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? അറ്റ് എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷനിലേക്ക് ചാടി വരും. പക്ഷെ അങ്ങനെയല്ല. അതൊന്ന് വായിച്ചു നോക്കുക. ആ സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഐ വിഷ് ഐ കുഡ് റീച്ച് ദെയർ ഓൺ ടൈം ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The tokens were given to the respective members. The meaning of the sentence can be best expressed as. അപ്പോൾ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. The tokens were given to the respective members. The tokens were given to the respective members. അതാണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ്. ഇനി ഓപ്ഷൻസ് വായിക്കാം. The tokens were given to the members with respect. എന്താണ്? ബഹുമാനത്തോടെ എന്ത് ചെയ്തു? മെമ്പേഴ്സിന് ടോക്കൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. The members who showed respect were given the tokens. എന്താണ്? റെസ്പെക്ട് കാണിക്കുന്ന മെമ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്തു? ടോക്കൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. The tokens were given to the members to whom they belonged. എന്താണ്? ആരൊക്കെയാണോ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്, അല്ല ആ ഒരു ഗ്രൂപ്പിൽ വരുന്നത്, അവർക്കെല്ലാം എന്ത് ചെയ്തു? ടോക്കൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. The tokens were given to the members who did not show any respect. റെസ്പെക്ട് കാണിക്കാത്ത മെമ്പേഴ്സിന് ടോക്കൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെയാണ്. അപ്പൊ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ എന്താണ്? ടോക്കൺസ് വെർ ഗിവൺ ടു ദ റെസ്പെക്റ്റീവ് മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന? ഓപ്ഷൻ സി ആണ്, അല്ലെ? എന്ത് വരും? ദ ടോക്കൺസ് വെർ ഗിവൺ ടു ദി മെമ്പേഴ്സ് ടു ഹും ദേ ബിലോങ്ഡ്, അല്ലെ? ആരൊക്കെയാണോ ആ ഒരു ഗ്രൂപ്പിൽ ബിലോങ് ചെയ്തിരിക്കുന്നത് അവർക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ടോക്കൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
It was at the right time dash the police arrived. It was at the right time dash the police arrived. എന്ത് ഒരു ആൻസർ? that, then, than, there. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. എന്തായിരിക്കും വരുന്നത്? അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ഏതാണെന്നാണ്. പക്ഷെ ഓപ്ഷൻസിൽ എന്താണ് റിലേറ്റീവ് പ്രൊനൗൺ ഒന്ന് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ? അപ്പൊ ഏത് വരും ആൻസർ? It was at the right time that the police arrived. അല്ലേ? പോലീസ് അറൈവ് ചെയ്തു. It was the right time that the police arrived. ഏത് വരും? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതെന്താണ്? ഫിഗർ ഓഫ് സ്പീച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ കുറേ ഫിഗർ ഓഫ് സ്പീച്ച് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. കാരണം പാർട്ട് 2 അല്ലെങ്കിൽ പാർട്ട് 3 ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാറ്റഗറി 3 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ്? സിമിലി, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ, ഓക്സിമറോൺ, പിന്നീട് എന്താണ് ഓണമെറ്റോപ്പിയ, അലിട്രേഷൻ, അസോണൻസ്. മിനിമം ഇത്രയെങ്കിലും ഫിഗർ ഓഫ് സ്പീച്ചസ് ഏതൊക്കെയാണ്, അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കും. ഒരിക്കലും നമ്മൾ ഈ ഫിഗർ ഓഫ് സ്പീച്ച് നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല, നമ്മൾ മറന്നു പോകും. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോ ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് വേഗം എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? The use of the same sound or sounds, especially consonants at the beginning of several words that are close together is called dash. അപ്പോൾ എന്താണ്? സൗണ്ട്സ്, സിമിലർ സൗണ്ട്സ് അല്ല, സെയിം സൗണ്ട് ഓർ സൗണ്ട്സ്, എസ്പെഷ്യലി കോൺസണൻസ്. മെയിനായിട്ട് എന്താണ്? കോൺസണൻസ് ആണ്. അറ്റ് ദി ബിഗിനിങ് ഓഫ് സെവറൽ വേർഡ്സ്, മിക്കവാറും എല്ലാ വേർഡ്സിൻ്റെ എന്തായാലും ബിഗിനിങ്ങിൽ എന്ത് ചെയ്യുന്നു? കോൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ആയിട്ട് വരുന്നു. അങ്ങനെയുള്ള അതിനെ നമ്മൾ എന്ത് പേര് പറയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അസോണൻസ്, ഓണമെറ്റോപ്പിയ, അലിട്രേഷൻ, ഓക്സിമറോൺ. എന്ത് പേര് പറയും? കൺസോണന്റ് സൗണ്ട്സ് വേർഡ്സിന്റെ ബിഗിനിങ്ങിൽ ഇങ്ങനെ എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് എന്ത് പേര് പറയും? അത് അലിട്രേഷൻ ആണോ അസോണൻസ് ആണോ? അവിടെ നമുക്ക് വേറെ ഒന്നിന്റെയും ഇത് വരില്ല. കാരണം റെപ്പറ്റീഷൻ ഓഫ് കൺസോണന്റ് സൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അലിട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ? കൺസോണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അലിട്രേഷൻ. ഒരിക്കലും മറന്നു പോകരുത്. മിക്കവാറും എല്ലാ എക്സാംസിലും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റെപ്പറ്റീഷൻ ഓഫ് കൺസോണന്റ് സൗണ്ട്സ് ആൻഡ് അലിട്രേഷൻ. അവിടെ ഓർക്കേണ്ട കാര്യം എന്താണ്? എല്ലാ വേർഡ്സിൻ്റെയും ഫസ്റ്റിലായിരിക്കും എന്ത് വരുന്നത്? ഈ കൺസോണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇടവിട്ട് വേർഡ്സിൽ എന്താണ് ഈ ഒരു കൺസോണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ റെപ്പറ്റീഷൻ ഓഫ് കൺസോണന്റ് സൗണ്ട്സ് അലിട്രേഷനും, അതേപോലെ തന്നെ റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ് ആണെങ്കിലോ അതിനെ നമ്മൾ എന്തെന്ന് പറയും? അസോണൻസ് എന്ന് പറയും അല്ലേ? റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ് ആണെങ്കിൽ അസോണൻസ് ആണ്. റെപ്പറ്റീഷൻ ഓഫ് കൺസോണന്റ് സൗണ്ട്സ് ആണെങ്കിലോ അതിനെ നമ്മൾ അലിട്രേഷൻ എന്ന് പറയും. ഓക്കെ, അത് രണ്ടും കൂടി തിരിഞ്ഞു പോകരുത്. അലിട്രേഷൻ എന്ന് പറഞ്ഞ കൺസോണന്റ് സൗണ്ട്സും അതേപോലെ തന്നെ എന്താണ് അസോണൻസ് എന്ന് പറയുന്ന വവൽ സൗണ്ട്സും. ഇപ്പൊ 2 പഠിച്ചല്ലോ. ഇനി അടുത്ത ഏതാണ്? ഓണമെറ്റോപ്പിയ. ഓണമെറ്റോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൗണ്ട്സ്. അതെന്താണ്? ആ ഒരു വേർഡിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുക, അല്ലെ ആ ഒരു വേർഡ്, ആ ഒരു സൗണ്ട് കൊണ്ട് നമുക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ടിക് ടോക്ക് എന്നുള്ളൊരു സൗണ്ട്, അപ്പൊ നമുക്ക് വേഗം എന്തിനാ തോന്നുന്നത്? ടിക് ടോക്ക് എന്ന് കേൾക്കുമ്പോൾ ക്ലോക്കിന്റെ സൗണ്ട് ആണ്. ഡിങ് ഡോങ് എന്താണ്? ബെല്ലിന്റെ സൗണ്ട് ആണ്. ബസ്സിംഗ് സൗണ്ട്, ബീസ് ആണ് ബസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ആ സൗണ്ട് ഏതാണോ ഓബ്ജക്റ്റ് അതിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓണമെറ്റോപ്പിയ അല്ലെങ്കിൽ ഓണമെറ്റോപിക് സൗണ്ട്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വേണം എന്താണ്? ഓക്സിമറോൺ. ഓക്സിമറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും യോജിക്കാത്ത 2 കാര്യങ്ങളെ യോജിപ്പിക്കുന്നത്. മീൻസ് ഡെഫനിങ് സൈലൻസ് എന്ന് പറയും. ഡെഫനിങ് സൈലൻസ്. ഡെഫനിങ് സൈലൻസ് എന്താ? അപ്പം ഡെഫായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും എന്താണ് സൗണ്ട് കേൾക്കാൻ പറ്റില്ല. അപ്പം ഡെഫും സൈലൻസും കൂടി ഒരുമിച്ച് വന്നാൽ എന്താണ്? അത് ഒരിക്കലും മാച്ച് ആവാത്ത 2 കാര്യങ്ങളാണ് അല്ലേ? അപ്പൊ അതിനെ 2നെയും കൂടെ ചേർത്ത് പറയുന്ന ഒരു ഫ്രേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓക്സിമറോൺ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? അലിട്രേഷൻ ആണ് വരുന്നത്. അസോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെപ്പറ്റീഷൻ ഓഫ് വവൽ സൗണ്ട്സ് ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ഇൻ എ ലൈൻ ഓഫ് പോയട്രി. ഒരു പോയട്രിയിൽ അല്ലെ ഒരു പോയത്തിൽ എന്താണ് വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരിക. ക്ലോസ് പ്രോക്സിമിറ്റിയിൽ അടുത്തടുത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വവൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസോണൻസ് എന്ന് പറയുന്നത്. ഇനി ഓണമെറ്റോപ്പി ആണെങ്കിലോ എ പോയറ്റിക് ഡിവൈസ് ദാറ്റ് യൂസസ് വേർഡ്സ് ടു ഇമിറ്റേറ്റ് സൗണ്ട്സ്. എന്താണ്? സൗണ്ട്സിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓണമെറ്റോപ്പിയ എന്ന് പറയുന്നത്. എന്താണ്? വേർഡ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓണമെറ്റോപ്പിയ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് നേരത്തെ ഞാൻ പറഞ്ഞു. ടിക് ടോക്ക് ഉണ്ട്, ഡിങ് ഡോങ്, പിന്നെ ബസ്സിംഗ് സൗണ്ട്. ഇതൊക്കെ എന്താണ്?
ഒണമറ്റോപിയയ്ക്ക് എക്സാമ്പിൾ ആണ്. അടുത്തത് അലിട്രേഷൻ. ദ യൂസ് ഓഫ് സെയിം ലെറ്റർ ഓർ സൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി വേർഡ്സ് ദാറ്റ് ആർ ക്ലോസ് ടുഗെദർ. ദ യൂസ് ഓഫ് സെയിം ലെറ്റർ ഓർ, അതായത് ഏത് വേർഡ് ആണെങ്കിലും എല്ലാ വേർഡ്സിൻ്റെയും അവിടെ സെയിം ലെറ്റർ ഓർ, ഇവിടെ ഒരു കൺസോണന്റ് ഒന്നുകൂടെ വേണം കേട്ടോ. കൺസോണന്റ് സൗണ്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. എല്ലാ വേർഡ്സിൻ്റെയും ബിഗിനിങ്ങിൽ കൺസോണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അലിട്രേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഹി ബിൽറ്റ് എ ബിഗ് ബോട്ട് എന്ന്. അതിനൊരു എക്സാമ്പിൾ നോക്കിക്കേ, ഹി ബിൽറ്റ് എ ബിഗ് ബോട്ട്. എല്ലാത്തിലും കണ്ടോ ബി റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ബി എന്ന് പറയുന്ന ഒരു കൺസോണന്റ് സൗണ്ട് ആണ്, അത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ. ഓക്കെ, അടുത്തത് ഓക്സിമറോൺ. A phrase that combines two words that seem to be opposite of each other, such as deafening silence. Okay, അപ്പോൾ എന്താണ്, രണ്ടും ഓപ്പോസിറ്റ് ആണ്, ഒരിക്കലും അത് തമ്മിൽ മാച്ച് ആവില്ല, എങ്കിൽ പോലും അതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓക്സിമറോൺ. അതിന് എക്സാമ്പിൾ ആണ് ഈ ഡെഫനിങ് സൈലൻസ്. അങ്ങനെ ഓർത്താൽ ഡെഫനിങ് സൈലൻസ് എന്തിന് എക്സാമ്പിൾ ആണ്, ഓക്സിമറോൺ എക്സാമ്പിൾ ആണ്. അപ്പം പിന്നീട് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രണ്ട് ഐഡിയാസ്, അതിനെ ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ഒരുമിച്ച് ചേർത്ത് പറയുന്നു. അതന്നേരം എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരും, ഓക്സിമറോൺ എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ചിന് എക്സാമ്പിൾ ആയിട്ട് വരും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. ക്ലിയറിംഗ് ഗാർബേജ് ഫ്രം ദി ക്യാമ്പസ് വിൽ ബി എ ഹെർക്കുലിയൻ ടാസ്ക് മീൻസ്. ഒരു സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു സെന്റൻസ് തന്നിട്ട് അതിന്റെ മീനിങ്ങിലുള്ള സെന്റൻസ് ഏതാണ്, അതിന്റെ സെയിം മീനിങ് വരുന്ന സെന്റൻസ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ വന്നിരുന്നു. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്ലിയറിംഗ് ഗാർബേജ് ഫ്രം ദി ക്യാമ്പസ് വിൽ ബി എ ഹെർക്കുലിയൻ ടാസ്ക്. അതേ മീനിങ് വരുന്ന അല്ലെങ്കിൽ അതിന്റെ അർത്ഥം വരുന്ന സെന്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Clearing garbage from the campus is easy. Clearing garbage from the campus is the idea of Hercules. Clearing garbage from the campus is not our plan. Clearing garbage from the campus is difficult. എന്ത് വരും ആൻസർ? Clearing garbage from the campus is difficult. Herculean task means എന്താണ്? ഡിഫിക്കൽട്ട് ടാസ്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുന്നത്. ഹെർക്കുലിയൻ ടാസ്ക് മീൻസ് എ ഡിഫിക്കൽട്ട് ജോബ്. ഓക്കെ, ഡിഫിക്കൽട്ട് ജോബ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്ലിയറിംഗ് ഗാർബേജ് ഫ്രം ദ ക്യാമ്പസ് ഈസ് വെരി ഡിഫിക്കൽട്ട്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ജോബാണ് എന്തെന്ന് പറയുന്നത്, ആ കോളേജ് ക്യാമ്പസിൽ നിന്ന് ഗാർബേജ് റിമൂവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതാണ് ഇപ്പോൾ ഹെർക്കുലിയൻ ടാസ്ക് മീൻസ് എ ഡിഫിക്കൽട്ട് ജോബ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, 9th ക്വസ്റ്റ്യൻ. എ കാർട്ടോഗ്രാഫർ ഡാഷ്. ആരാണ് ഒരു കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത്? മേക്സ് കാർഡ്സ്, മേക്സ് ചാർട്ട്സ്, മേക്സ് മാപ്സ്, മേക്സ് ഗ്രാഫ്സ്. എന്ത് നിർമ്മിക്കുന്ന വ്യക്തിയാണ് നമ്മൾ കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത്? എന്താണ്, കാർട്ടുകൾ നിർമ്മിക്കുന്ന ആളെയാണോ, ചാർട്ടുകൾ നിർമ്മിക്കുന്ന ആളെയാണോ, മാപ്സ് മേക്ക് ചെയ്യുന്ന ആളെയാണോ, അതോ ഗ്രാഫുകൾ നിർമ്മിക്കുന്ന ആളെയാണോ? കാർട്ടോഗ്രാഫർ എന്ന് പറയുന്ന ആരാണ്? വൺ ഹൂ മേക്സ് മാപ്സ് അല്ലെ, മാപ്പുകൾ നിർമ്മിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത്. അപ്പോൾ പേരുമായിട്ട് യാതൊരു സാമ്യതയില്ല. സോ അതുമായിട്ട് എന്താണ് ഒരു പേരുമായിട്ടൊരു സിമിലാരിറ്റി ഉള്ളത് എന്തിനാണ്, ചാർട്ടിനാണ് അല്ലേ, അല്ലെ കാർട്ടിനാണ്. വൺ ഹൂ മേക്സ് കാർട്ടോഗ്രാഫർ, വൺ ഹൂ മേക്സ് ചാർട്ട് കാർട്ടോഗ്രാഫർ വേണേ വരാം. പക്ഷെ അതല്ല, ഹു ഈസ് എ കാർട്ടോഗ്രാഫർ, ആരാണ് ഒരു കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത്? വൺ ഹൂ മേക്സ് മാപ്സ് അല്ലെ, മാപ്പുകൾ നിർമ്മിക്കുന്ന വ്യക്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാർട്ടോഗ്രാഫർ. ഇത് വൺ വേർഡ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാമിന് പോവുക. ഓക്കെ, നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദ സെന്റൻസ് ദാറ്റ് എക്സ്പ്രസസ് ആൻ ഇൻസ്ട്രക്ഷൻ. ആൻഡ് അല്ല, ആൻ ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, shut the doors and windows before you leave the room. Could you please spare me your pen? You don't wish to stay back, do you? All of us want you to be the class leader. എന്ത് വരും? ഏതാണ് ഇവിടെ ഇൻസ്ട്രക്ഷൻ? ഒരു ഇൻസ്ട്രക്ഷനെ കാണിക്കുന്ന ഒരു സെന്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, all of us want you to be the class leader. അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ആണ്, അയാളോട് നമ്മളുടെ ഒരു ആഗ്രഹം പറയുകയാണ് അല്ലെ. എല്ലാവർക്കും ആഗ്രഹമുണ്ട് നീ ക്ലാസ് ലീഡർ ആകണം എന്നുള്ളത്. അതെന്താണ്, ശരിക്കും ഒരു വിഷ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതെന്താണ്, ഒരു വിഷ് ആണെന്ന് പറയാം. ഓക്കെ, അടുത്തത് യു ഡോണ്ട് വിഷ് ടു സ്റ്റേ ബാക്ക്, ഡു യു? അപ്പം തിരിച്ചു വരാൻ നിനക്ക് ആഗ്രഹമുണ്ടോ, അല്ലെ അവിടെ നിൽക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. കുഡ് യു പ്ലീസ് സ്പെയർ മീ യുവർ പെൻ? അതെന്താണ്, ഒരു സിമ്പിൾ റിക്വസ്റ്റ് ആണ് അല്ലേ.
ക്വസ്റ്റ് ആയിട്ടുള്ളൊരു സെന്റൻസ് ആണ്. ലാസ്റ്റ് വൺ എന്താണ്? ഷട്ട് ദി ഡോർസ് ആൻഡ് വിൻഡോസ് ബിഫോർ യു ലീവ് ദി റൂം. അതെന്താണ്? ഒരു ഇൻസ്ട്രക്ഷൻ ആണ് അല്ലേ? എന്താണ്? നീ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? ഡോർസും വിൻഡോസും എല്ലാം അടച്ചു പൂട്ടുക അല്ലേ? ഷട്ട് ദി ഡോർസ് ആൻഡ് വിൻഡോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷട്ട് ദി ഡോർസ് ആൻഡ് വിൻഡോസ് ബിഫോർ യു ലീവ് ദി റൂം അല്ലേ? നീ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായും നീ എന്ത് ചെയ്യണം? ഡോർസും അതേപോലെ വിൻഡോസും ലോക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഷട്ട് ദി ഡോർസ് ആൻഡ് വിൻഡോസ് ബിഫോർ യു ലീവ് ദി റൂം. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The lion's share of the foreign funds was used for relief work. Here lion's share means again എന്താണ്? ഇഡിയത്തിനെ ബേസ്. നമ്മൾ നേരത്തെ ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞല്ലേ, അതിന്റെ അതൊരു എന്താണ്? ഒരു ഇഡിയമാണ്. ഹെർക്കുലിയൻ ടാസ്ക് മീൻസ് എന്താണ്? ഒരു ഡിഫിക്കൽട്ട് ജോബ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ലയൺസ് ഷെയർ എന്ന് പറയുന്ന ആ ഒരു ഇഡിയം കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ലയൺസ് ഷെയർ. വാട്ട് എ ലയൺ ഗേവ്, വാട്ട് ലയൺസ് ഈറ്റ്, എ ലാർജ് എമൗണ്ട്, എ സ്മോൾ എമൗണ്ട്. എന്താണ് ആൻസർ വരുന്നത്? എ ലാർജ് എമൗണ്ട്. ലയൺസ് ഷെയർ മീൻസ് എ മേജർ പോർഷൻ എന്നുള്ളൊരു മീനിങ് ആണ്. ലയൺസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ മേജർ പോർഷൻ. ഒരു മേജർ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലയൺസ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ലയൺസ് ഷെയർ മീൻസ് എ മേജർ പോർഷൻ. സോ അപ്പോൾ അതുമായിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു ആൻസർ ഏതാണ് വരുന്നത്? ലാർജ് എമൗണ്ട് ആണോ സ്മോൾ എമൗണ്ട് ആണോ വരുന്നത്? ലാർജ് എമൗണ്ട് ആണ് അല്ലേ? ദി ലയൺസ് ഷെയർ ഓഫ് ദി ഫോറിൻ ഫണ്ട്സ് വാസ് യൂസ്ഡ് ഫോർ റിലീഫ് വർക്ക് അല്ലേ? അപ്പോൾ റിലീഫ് വർക്കിന് വേണ്ടിയിട്ട് ഫോറിൻ ഫണ്ടിൽ നിന്ന് വന്ന അതിൻ്റെ ഒരു മേജർ ഷെയർ അല്ലേ? ഒരു മേജർ പോർഷൻ നമ്മൾ എന്ത് ചെയ്തു? റിലീഫ് വർക്കിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തു, അല്ലെങ്കിൽ അത് യൂസ് ചെയ്തു. സോ ആൻസർ ഏത് വരും? എ ലാർജ് എമൗണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Okay, next question. A poem with 14 lines and a specific rhyme scheme is called a dash. A poem with 14 lines and a specific rhyme scheme is called a dash. ഇതെന്താണ്? ഇത് ഇംഗ്ലീഷ് പഠിച്ച കുട്ടികളാണെങ്കിൽ, ഡിഗ്രിക്കൊക്കെ ഇംഗ്ലീഷ് പഠിച്ച കുട്ടികളാണെങ്കിൽ വേഗം ആൻസറിലേക്ക് എത്തിച്ചേരാൻ, മറ്റുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഫിഗർ ഓഫ് സ്പീച്ച് പോലെ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നോക്കിക്കേ. ബാലറ്റ്, സോണറ്റ്, ഡ്രമാറ്റിക്, മോണോലോഗ്, ലിറിക്. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. എല്ലാം പോയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിലേതാണ് 14 ലൈൻഡ് പോയം വിത്ത് എ സ്പെസിഫിക് റൈം സ്കീം ആൻഡ് വിത്ത് എ സ്പെസിഫിക് റൈം സ്കീം? 14 വരികളുള്ള ഒരു പോയമാണ്. അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റൈം സ്കീമും ഉള്ള ആ പോയത്തിന് പറയുന്ന പേരെന്താണ്? എന്താണ്? സോണറ്റ്. ഓക്കെ, അപ്പോൾ 14 ലൈൻഡ് പോയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോണറ്റ് എന്ന് പറയുന്നത്. 14 വരികളുള്ള ഒരു സ്പെഷ്യൽ റൈം സ്കീം ഉള്ള ഒരു പോയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോണറ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു ബാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ ലവ് സോങ് ഓർ പോയം ദാറ്റ് ടെൽസ് എ സ്റ്റോറി ഓഫൺ അബൌട്ട് ലവ്. അപ്പോൾ ബാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതും എന്താണ്? ഒരു പോയമാണ് അല്ലേ? ഒരു പോയം അല്ലെങ്കിൽ എന്താണ്? ഒരു ലവ് സോങ്. ഒരു പോയം or a love song. A love song or a poem that tells a story. അതിൽ എന്തുണ്ടാവും? ഒരു സ്റ്റോറി ഉണ്ട്, ഒരു കഥയുണ്ട്. അത് ഒരു പോയമാണ്, അതിനൊരു കഥയുമുണ്ട്. ഓഫൺ അബൌട്ട് ലവ്. എന്താണ്? സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രേമമാണ് അതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ബാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് പോയമാണ്, അതിനെന്താണ്? ഒരു കഥയുണ്ട്. അതേപോലെ അതിൻ്റെ തീം എന്ന് പറയുന്നത് മെയിൻലി എന്തായിരിക്കും? ലവ് ആയിരിക്കും. ഓക്കെ, അടുത്തത് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? എ ലോങ് സ്പീച്ച് ഇൻ എ പോയം ഓർ സ്റ്റോറി where a character shares their thoughts and feelings with other characters or audience. ഇപ്പം എന്താണ് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതൊരു ലോങ് പോയം അല്ലെങ്കിൽ ഒരു സ്റ്റോറിയും ആകാം. ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയം അല്ല, അല്ലെങ്കിൽ എന്താണ്? പോയമോ സ്റ്റോറിയോ ആകാം. അതിന് ആ പോയത്തിലാണെങ്കിലും സ്റ്റോറിയിലാണെങ്കിലും നടക്കുന്ന ഒരു ലോങ് സ്പീച്ച്, ഒരു വലിയൊരു സ്പീച്ച് കാണും. വേർ എ ക്യാരക്ടർ ഷെയർസ് ദെയർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് വിത്ത് അതർ ക്യാരക്ടേഴ്സ് ഓർ ഓഡിയൻസ്. അപ്പം അതിനകത്തുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഫീലിങ്സ്, ഇമോഷൻസ്, ഇതൊക്കെ എന്താണ്? മറ്റാൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അങ്ങനെ ഉള്ള ഒരു പോയം അല്ലെങ്കിൽ ഒരു സ്റ്റോറിയാണ് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത്. എന്താണ് ഡ്രമാറ്റിക് മോണോലോഗ്? അതായത് ഇപ്പോൾ ഏതൊരു പോയം ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും അതിനകത്തെ ക്യാരക്ടറിന് ഉണ്ടാകുന്ന ഇമോഷൻസ്, ഫീലിങ്സ് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഒന്നുകിൽ അതിനകത്തെ മറ്റൊരു ക്യാരക്ടർ ആകാം, അല്ലെങ്കിൽ എന്താണ്? ഓഡിയൻസുമായിട്ട്. ഓക്കെ, ആ ഓഡിയൻസുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് അങ്ങനെയുള്ള ഒരു പോയത്തിനെ അല്ലെങ്കിൽ ഒരു സ്റ്റോറി എന്തെന്ന് പറയാം? ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയാം. ഇനി ലിറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഷോർട്ട് പോയം ദാറ്റ് എക്സ്പ്രസസ് ദ ഫീലിങ്സ് ഓഫ് ദി സ്പീക്കർ. എന്താണ് ലിറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ്സ് എ ഷോർട്ട് പോയം, ഒരു ചെറിയ പോയമാണ്. ദാറ്റ് എക്സ്പ്രസസ് ദ ഫീലിങ്സ് ഓഫ് ദി സ്പീക്കർ അല്ലേ? അതിനകത്തെ കഥാപാത്രത്തിൻ്റെ
ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഷോർട്ട് പോയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലിറിക് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ബാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ലവ് സോങ് അല്ലെങ്കിൽ ഒരു പോയം ആകാം, അതിനൊരു സ്റ്റോറി കാണും. എന്തായിരിക്കും അതിന്റെ തീം എന്ന് പറയുന്നത് ലവ് ആയിരിക്കും. മോസ്റ്റ്ലി അതിന്റെ തീം എന്ന് പറയുന്നത് ലവ് ആയിരിക്കും. അടുത്ത ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതും എന്താണ്, ഒന്നുകിൽ ഒരു പോയം ആകാം അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആകാം. അതിനകത്ത് നടക്കുന്ന ഒരു ലോങ് സ്പീച്ചാണ്. ആ സ്പീച്ച് എന്നാൽ അതിനകത്തെ ഒരു ക്യാരക്ടർ എന്താണ് അദ്ദേഹത്തിന്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ആ മറ്റൊരാളെന്ന് പറയുന്നത് ആ പോയത്തിലെ അല്ലെങ്കിൽ സ്റ്റോറിയിലെ ക്യാരക്ടർ ആകാം അല്ലെങ്കിൽ ആരാകാം, ഓഡിയൻസും ആകാം. അതിനെയാണ് നമ്മൾ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത്. തേർഡ് വൺ ലിറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതും ഒരു ഷോർട്ട് പോയമാണ്. എന്താണ്, സ്പീക്കറിന്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഷോർട്ട് പോയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലിറിക് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ 14 ലൈൻസ് ഉള്ള സ്പെസിഫിക് റൈം സ്കീം ഉള്ള പോയത്തിന് നമ്മൾ എന്ത് പേര് പറയും, സോണറ്റ് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, ദി മാനേജർ ഓഫ് ദി ഹോട്ടൽ ആസ്ക്ഡ് ദ ബോയ്സ് ഹു ബ്രോക്ക് ദി ഗ്ലാസ് ടു ഡാഷ് ദി ലോസ്. അപ്പൊ ഇവിടെ എന്താണ്, ഫ്രേസൽ വേർബ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദി മാനേജർ ഓഫ് ദി ഹോട്ടൽ ആസ്ക്ഡ് ദ ബോയ്സ് ഹു ബ്രോക്ക് ദി ഗ്ലാസ് ടു ഡാഷ് ദി ലോസ്. അപ്പൊ ഏത് ഫ്രേസൽ വേർബ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മേക്ക് ഇൻ, മേക്ക് ഔട്ട്, മേക്ക് ഫോർ, മേക്ക് അപ്പ് ഫോർ. അപ്പൊ മേക്ക് വെച്ചിട്ടുള്ള 4 ഫ്രേസൽ വേർബ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ് ആൻസർ വരുന്നത്? ഓക്കെ, മേക്ക് ഇൻ. എന്താണ് മേക്ക് ഇൻ എന്നുള്ള ഫ്രേസൽ വേർബിന്റെ മീനിങ് എന്താണ്? ടു പ്രൊഡ്യൂസ് സംതിങ് ഓഫൺ യൂസിങ് എ പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് ഓർ മെറ്റീരിയൽ. അപ്പൊ എന്താണ്, എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളൊരു സാധനത്തെ നിർമ്മിക്കുക, അതിനെയാണ് നമ്മൾ എന്താ പറയുക മേക്ക് ഇൻ. നമ്മളിപ്പോൾ സ്കൾപ്ചർ ഒക്കെ നിർമ്മിക്കുന്നു, അതെന്താണ്, അതിനെ നമുക്ക് മേക്ക് ഇൻ എന്ന് പറയുന്നൊരു ഫ്രേസൽ വേർബ് കൊണ്ട് നമുക്ക് പറയാവുന്നതാണ്. അടുത്ത മേക്ക് ഔട്ട്, അത് എല്ലാവർക്കും അറിയാവുന്ന, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് മീൻസ് എന്താണ്, അണ്ടർസ്റ്റാൻഡ്. മറന്നു പോകരുത്, മേക്ക് ഔട്ട് എന്നുള്ള ഫ്രേസൽ വേർബിന്റെ മീനിങ് എപ്പോഴും നമ്മുടെ മനസ്സിൽ കാണണം. മേക്ക് ഔട്ട് മീൻസ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക, അതിനെയാണ് മേക്ക് ഔട്ട് എന്ന് പറയുന്നത്. മേക്ക് ഫോർ മീൻസ് കോൺട്രിബ്യൂട്ട്. എന്തെങ്കിലും ഒരു നമ്മളൊരു റിലീഫ് ഫണ്ടിലേക്ക് കുറച്ച് എമൗണ്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യും, അപ്പൊ അതിനെ നമുക്ക് എന്താ പറയാം, മേക്ക് ഫോർ എന്ന് പറയാം. ഓക്കെ, ലാസ്റ്റ് വൺ മേക്ക് അപ്പ് ഫോർ. മേക്ക് അപ്പ് ഫോർ മീൻസ് എന്താണ്, ടു കോമ്പൻസേറ്റ് ഫോർ സംതിങ് ലോസ്റ്റ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു, അതിന് നമ്മളൊരു കോമ്പൻസേഷൻ കൊടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് മേക്ക് അപ്പ് ഫോർ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു വന്നിരുന്നത്, ദി മാനേജർ ഓഫ് ദി ഹോട്ടൽ ആസ്ക്ഡ് ദ ബോയ്സ് ഹു ബ്രോക്ക് ദി ഗ്ലാസ് ടു ഡാഷ് ദി ലോസ്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഹോട്ടലിലെ മാനേജർ എന്ത് പറഞ്ഞു, ആരാണോ ഗ്ലാസ് ബ്രോക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഗ്ലാസ് എന്താണ് ആരുടെ കയ്യിൽ നിന്നാണോ ഗ്ലാസ് നഷ്ടമായത്, അല്ലെങ്കിൽ ആരാണോ ഗ്ലാസ് പൊട്ടിച്ചത്, അവരെന്ത് ചെയ്യണം, അതിന് കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പൊ കോമ്പൻസേറ്റ് എന്ന് പറയുന്ന വേർഡിന് ആപ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫ്രേസൽ വേർബ് ഏതാണ്, മേക്ക് അപ്പ് ഫോർ ആണ് അല്ലെ. മേക്ക് അപ്പ് ഫോർ ആണ് അതിന് കറക്റ്റ് ആയിട്ട് വരുന്ന ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ എല്ലാ ഫ്രേസൽ വേർബ്സിന്റെ മീനിങ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്തിച്ചേരാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.